ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഉള്ളതാണ് എന്നോട് കാണിക്കാൻ പോകുന്ന ചെയിൻ ടൈറ്റിങ്, എങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ചെയിൻ അണ്ടർസ്റ്റാൻഡ് ആക്കിയതിന് ശേഷം ഇതിന്റെ ചെയിൻ ലോക്ക് നോക്കുക. അപ്പൊ ചില പോർഷനിൽ എത്തുമ്പോൾ ചെയിന് ഒരു ടിക്കുന്ന സൗണ്ട് വരും. അപ്പൊ ചെയിന്റെ ലോക്കിൽ ചെയിൻ ലോക്ക് വരും. യെല്ലോ കളറിലുണ്ടാവും. അല്ലപ്പോൾ കുറച്ച് ഓടിയ ചെയിനൊക്കെയാണ് യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ലോക്കിന് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ലോക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കുക. ചെയിൻ ലോക്ക് ഷെയ്ക്ക് ഉണ്ട്, ലോക്ക് പൊട്ടാൻ സാധ്യത വളരെ കൂടുതൽ. നല്ല ഷെയ്ക്ക് ഉണ്ട്, നോക്കണ്ടല്ലേ. ലോക്ക് മാറ്റി കൊടുക്കുക. അതേമാതിരി ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വണ്ടി കൊണ്ടുപോയി നിർത്തിയ ഉടനെ തന്നെ ചെയിൻ നിന്ന പൊസിഷനിൽ ചെയിൻ ടൈറ്റ് ചെയ്യരുത്. ഇത് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇതാണല്ലേ. അപ്പൊ എവിടെയാണ് കൂടുതൽ ടൈറ്റ് വരുന്ന ഭാഗം നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം. ചെയിന് ഏറ്റവും കൂടുതൽ ടൈറ്റ് വരുന്ന ഭാഗം കണ്ടെത്തണം. എന്നിട്ട് അവിടെ നിർത്തിയതിന് ശേഷം അവിടെ ആ പൊസിഷനിൽ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ചില ചെയിൻ കേറ്ററൊക്കെ ഉണ്ടാവുന്നല്ലേ, പക്ഷെ ഓടിക്കഴിഞ്ഞാൽ തേയ്മാനം കൊണ്ട് കേറ്ററൊക്കെ, അതായത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരും. അതുകൊണ്ടാണ് ലൂസുള്ള സ്ഥലത്ത് ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സ്ഥലത്ത്, അതായത് ഓവർ ടൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഓവർ ടൈറ്റ് ആയി കിടക്കും. അതുകൊണ്ടാണ് ഏറ്റവും ഓവർ ടൈറ്റുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കറക്കിയിട്ട് ഓവർ ടൈറ്റുള്ള ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് 25 to 30 mm കേട്ടോ, 25 മുതൽ 30 mm പ്ലേ ആണ്, ചെയിൻ സ്ലേക്ക് ആണ്, പിന്നെ ഇതാണ് വേണ്ടത്, പ്ലേ ആണ് വേണ്ടത് കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചിട്ട്, ഇത് കൂടുതലാണ് നോക്കുക. അതായത് 3 സെന്റിമീറ്റർ, ഇത്ര പ്ലേ ഇതിന് പാടുള്ളൂ അല്ലേ. ഈ പ്ലേയിൽ ചെയിൻ നിർബന്ധമായിട്ട് ഈ പ്ലേയിൽ ടൈറ്റുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കണം. ഓവർ ടൈറ്റ് ചെയ്യരുത് ചെയിന്. മാക്സിമം 25-30 അതിന്റെ ഇടയിൽ വരണം. അതായത് 2 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ ചെയിനിന്റെ പ്ലേ പറയുന്നത്. ആ പ്ലാനിൽ മാത്രമേ ചെയിൻ ടൈറ്റ് ചെയ്യാവൂ. ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രത്യേകിച്ച്, ചെയിൻ വീല് കറക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റ് ഉള്ള പോർഷൻ കണ്ടെത്തുക, അവിടെ വെച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ ചെയിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതല്ല ഓവർ ടൈറ്റ് ചെയ്തോടെ വണ്ടിക്ക് പിക്കപ്പിനെ ബാധിക്കാതെ ഫ്രണ്ട്ലെസ് പോക്കറ്റിന്റെ ബെയറിംഗിന് തേയ്മാനം വരികയും ചെയ്യട്ടെ. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഓവർ ടൈറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഉള്ളതാണ് എന്നോട് കാണിക്കാൻ പോകുന്ന ചെയിൻ ടൈറ്റിങ്, എങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ചെയിൻ അണ്ടർസ്റ്റാൻഡ് ആക്കിയതിന് ശേഷം ഇതിന്റെ ചെയിൻ ലോക്ക് നോക്കുക. അപ്പൊ ചില പോർഷനിൽ എത്തുമ്പോൾ ചെയിന് ഒരു ടിക്കുന്ന സൗണ്ട് വരും. അപ്പൊ ചെയിന്റെ ലോക്കിൽ ചെയിൻ ലോക്ക് വരും. യെല്ലോ കളറിലുണ്ടാവും. അല്ലപ്പോൾ കുറച്ച് ഓടിയ ചെയിനൊക്കെയാണ് യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ലോക്കിന് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ലോക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കുക. ചെയിൻ ലോക്ക് ഷെയ്ക്ക് ഉണ്ട്, ലോക്ക് പൊട്ടാൻ സാധ്യത വളരെ കൂടുതൽ. നല്ല ഷെയ്ക്ക് ഉണ്ട്, നോക്കണ്ടല്ലേ. ലോക്ക് മാറ്റി കൊടുക്കുക. അതേമാതിരി ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വണ്ടി കൊണ്ടുപോയി നിർത്തിയ ഉടനെ തന്നെ ചെയിൻ നിന്ന പൊസിഷനിൽ ചെയിൻ ടൈറ്റ് ചെയ്യരുത്. ഇത് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇതാണല്ലേ. അപ്പൊ